ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാൻസ് ആണ്. എടാ, നമ്മുടെ 6ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഏർലി സ്റ്റേറ്റ്സ് അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട ഫിലോസഫീസ് ഏതൊക്കെയായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ബുദ്ധിസവും ജൈനിസവും ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജൈനിസം നോക്കാം. ഓക്കെ, ഇത് BC 6ാം നൂറ്റാണ്ടിൽ 6ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു ദർശനമാണ്, ഒരു ഫിലോസഫിയാണ് ഇത്. ഇത് ആരാണ് പ്രൊപ്പഗേറ്റർ എന്നറിയോ? വർദ്ധമാന മഹാവീരയായിരുന്നു ഇതിന്റെ പ്രൊപ്പഗേറ്റർ, ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ ജ്ഞാനം തേടി ഇറങ്ങിയവനാണ്. വീട്ടിൽ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്ഞാനം തേടി ഇറങ്ങിയവനായിരുന്നു ഈ ഒരു വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തെ ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആരടാ? വർദ്ധമാന മഹാവീരൻ. ഹി വാസ് ദ 24th തീർത്ഥാങ്കര ഓഫ് ജൈനിസം, ഓൾസോ നോൺ ആസ് ജിന. അദ്ദേഹം ജിന എന്താണ്? ജിന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ലൗകിക സുഖങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കീഴടക്കിയവൻ എന്ന് പേര് പറയുന്ന ജിന എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഈ തീർത്ഥാങ്കരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് നമ്മുടെ ഈ ജ്ഞാനത്തിലൂടെ അതായത് നോക്കിക്കോ, സന്യാസത്തിലൂടെ നമ്മുടെ ജ്ഞാനം നേടാം. അത് സന്യസിച്ചുകൊണ്ട് ജ്ഞാനോദയം ഉണ്ടായി. ഓക്കെ, ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായി എന്നൊക്കെ പറയില്ലേ. ജ്ഞാനോദയം നേടിയ ആളാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അതാണ് തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് നമ്മുടെ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അതായത് ഹി ഓൾസോ നോൺ എസ് ജിന അല്ലെ, മീനിങ് ദ കോൺക്വർ ഓഫ് വേൾഡ്ലി ഡിസയർ. നമ്മുടെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ലൗകിക സുഖങ്ങളെയൊക്കെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജിന എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാ നോക്കിക്കോ, ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ജൈനമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാന്ന് പഠിക്കണം. എന്തൊക്കെയായിരുന്നു? നോക്കിക്കോ, എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഓൾ തിങ്സ് ഹാവ് ലൈഫ്. ഓരോ വസ്തുക്കൾക്കും, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ആശയം. മറ്റൊന്ന്, ജീവനുള്ള ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. നോ ലിവിങ് തിങ് ഷുഡ് ബി ഹാംഡ്. ഒന്നിനെ നമ്മളല്ലേ, ഒരു ജീവനുള്ള ഒന്നിനെ പോലും നമ്മൾ അങ്ങോട്ട് ഹാം ചെയ്യാൻ പറ്റില്ല, ഉപദ്രവിക്കാൻ പറ്റൂല. ഓക്കെ, അതുപോലെ കളവ് പറയരുത്, നുണ പറയരുത്. ഡു നോട്ട് സ്റ്റീൽ ആൻഡ് ഡു നോട്ട് ലൈ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കരുത്. ലൈ, നുണ പറയരുത്, കള്ളം പറയരുത്. മറ്റൊന്ന്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി ഉണ്ടാവും. പ്രാക്ടീസ് റൈറ്റ് ബിലീഫ് ആൻഡ് റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. നല്ല പ്രവൃത്തി, നല്ല നോളജ് ഉണ്ടായിരിക്കണം. പിന്നെയോ ശരിയായ വിശ്വാസം. ഇതൊക്കെയാണ് ഇത് നമ്മുടെ ജൈനിസത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാ ജൈനമതത്തിന്റെ? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഡു നോട്ട് സ്റ്റീൽ, മോഷ്ടിക്കാൻ പാടില്ല. ഡു നോട്ട് ലൈ, നുണ പറയാൻ പാടില്ല. പിന്നെയോ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ഇതൊക്കെ നേടുക. ഇതൊക്കെയാണ് ജൈനമതത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധമതത്തിന്റെ പ്രൊപ്പഗേറ്റർ ആയിരുന്നു ആരടാ? നമുക്കറിയാം, ഗൗതമ ബുദ്ധൻ അല്ലെ. ഗൗതമ ബുദ്ധനാണ് ഈ ഒരു ബുദ്ധമതം സ്ഥാപിച്ചത്. അതായത് പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട വേറൊരു ദർശനമായിരുന്നു ഇത്. വേറൊരു ഫിലോസഫി ആയിരുന്നു ഇത്, നമ്മുടെ ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ബുദ്ധ. നമ്മുടെ ബുദ്ധന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു അറിയോ? സിദ്ധാർത്ഥ എന്നായിരുന്നു. ഹിസ് ഒറിജിനൽ നെയിം എന്തായിരുന്നു? സിദ്ധാർത്ഥ. ഓക്കെ, സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗൗതമ ബുദ്ധയിലേക്ക് വന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചെന്നാണ്, അവിടെ ഒരു പീപ്പിൾ ട്രെയിൻ്റെ അടുത്തെന്നാണ് അവിടെ ഇങ്ങനെ സന്യസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് സന്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ജ്ഞാനോദയം വന്നു. ഓക്കെ, അപ്പൊ ജ്ഞാനോദയം നേടിയ അദ്ദേഹത്തെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. ഓക്കെ, ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം വന്നത്. ഓക്കെ, അതാ നോക്കിക്കോ. ആഫ്റ്റർ അറ്റൈനിങ് എൻലൈറ്റ്മെന്റ് അറ്റ് ബോധ്ഗയ ഇൻ ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായത്. അതുപോലെ ബുദ്ധമതത്തിന്റെ ആശയങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാന്ന് നോക്കിക്കോ. ഡു നോട്ട് ഹാം അതേഴ്സ്, അതായത് ഹിംസിക്കാതിരിക്കുക, മറ്റുള്ളവരെ ഹിംസിക്കാതിരിക്കുക. കളവ് പറയാതിരിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ജൈനിസത്തിന്റെ സെയിം ആശയം തന്നെയാണ് ഡു നോട്ട് ലൈ.
നുണ പറയാതിരിക്കുക, സത്യസന്ധത, ടു ബി ഹോണസ്റ്റ്, നമ്മള് സത്യസന്ധത പുലർത്തുക, ദെൻ അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക, അതായത് ഡു നോട്ട് കവർ അതേഴ്സ് വെൽത്ത്, അല്ലെ, മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ജൈനിസം പ്രൊപ്പഗേറ്റ് ചെയ്തത് ആരാ? വർദ്ധമാന മഹാവീരനായിരുന്നു. ബുദ്ധിസോ ഗൗതമ ബുദ്ധയായിരുന്നു, അല്ലെ. ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. നമ്മുടെ എന്താണ് ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ടാണ് എന്ത് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായത്. അതിനുശേഷമാണ് എന്ത് ഗൗതമ ബുദ്ധൻ എന്ന പേര് വിളിച്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ രണ്ടിന്റെയും, ജൈനിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും എന്താണ് ഐഡിയൽസ്, ആശയങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും മക്കളെ. ബൈ.